സുഹൃത്തിനോട് സംസാരിച്ചതിന്റെ പേരിൽ ഒരു യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് നമുക്കൊപ്പം. ഡാനി, സ്വാഭാവിക മനോനില ഉള്ളവർക്കൊക്കെ വിചിത്രമെന്ന് തോന്നുന്ന കാരണങ്ങളുടെ പേരിലാണ് ഇത്തരത്തിൽ പല ആളുകളും ഇപ്പോൾ ഇത്തരത്തിൽ വലിയ അതിക്രമം നടത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പെൺ സുഹൃത്തിനോട് സംസാരിച്ചതിന്റെ പേരിലാണ് വലിയ അതിക്രമം ആ യുവാവിനോട്. ഈ കാപ്പ കേസ് പ്രതിയാണ് ശ്രീരാജ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സ്ഥിരം തൊഴിലിന്റെ ഭാഗമായിരിക്കും ഈ ശ്രീരാജിന്റേത്, അല്ലേ? കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുകയും പോലീസ് ഇയാളുടെ നിലവിൽ തുടക്കത്തിൽ പറഞ്ഞിട്ട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ഈ ദൃശ്യങ്ങൾ ഇയാൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുകയും അടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ തന്നെയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും അടക്കം ചെയ്തിട്ടുണ്ട്. കാപ്പ കേസിൽ ഇയാൾക്കെതിരെ നേരത്തെ തന്നെ കാപ്പ ചുമത്തിയിട്ടുള്ള ഒരു ആളുമാണ്. ഇതിൽ ഇപ്പോൾ പോലീസിനോട് ഇയാൾ പറഞ്ഞിട്ടുള്ളത് ഇയാളുടെ പെൺ സുഹൃത്തിനോട് ഇപ്പോൾ ഇയാൾ മർദ്ദിക്കുന്ന ആ യുവാവ് അയാൾ സംസാരിച്ചു, അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പ്രകോപിതനായാണ് ഈ രീതിയിലുള്ളൊരു അതിക്രമം ഇയാൾ അഴിച്ചുവിട്ടതെന്നാണ്. തൃക്കാക്കര സ്വദേശിയായ ഒരു യുവാവിനെയാണ് ഇയാൾ ക്രൂരമായി മർദ്ദിക്കുന്നത്. ഇയാൾ വീട്ടിൽ നിന്ന് ഈ യുവാവിനെ വിളിച്ചിറക്കിയ ശേഷമായിരുന്നു ഈ മർദ്ദനം നടത്തുന്നത്. പെൺകുട്ടിയുമായുള്ള ഇയാൾക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിയുമായുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു വീടിന് പുറത്തേക്ക് വിളിച്ചിറക്കിക്കൊണ്ട് ഈ വടി കൊണ്ട് നമ്മൾ കാണുന്ന ഇരുമ്പ് വടി കൊണ്ട് അടിക്കുന്നു. ഒപ്പം തന്നെ കത്തി കൊണ്ട് അയാളെ ഭീഷണിപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന ഒരു മൊഴി പറയുന്നത് ഇയാൾ ഈ പെൺകുട്ടിയോട് സംസാരിച്ചതിന്റെ മുഴുവൻ വൈരാഗ്യവും ഇയാൾക്കെതിരെ തീർക്കുകയായിരുന്നു. അത് മാത്രമല്ല അവിടെ കൊണ്ട് ഇത് കഴിയുന്നില്ല. ഇയാൾ ഈ പെൺ സുഹൃത്തിനെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കുള്ളൊരു മുന്നറിയിപ്പാണ് താൻ ഈ ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് തനിക്ക് ഇങ്ങനെ ഒരു ദൃശ്യം അനുകരിക്കാനും കാര്യങ്ങളെല്ലാം ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു ചലച്ചിത്രം അടക്കമുള്ള കാര്യങ്ങൾ പ്രചോദനമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ എന്താണ് ഇങ്ങനെ വലിച്ചഴിച്ച വീടിന് പുറത്തേക്ക് കൊണ്ടുപോയി ഈ രീതിയിലൊരു മർദ്ദനം എല്ലാം നടത്തിയതെന്നെല്ലാം പറയുമ്പോൾ ഇതിനൊക്കെ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയും തനിക്ക് പ്രചോദനമായിട്ടുണ്ടെന്ന രീതിയിലെല്ലാം തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്ത് പ്രചോദനമായെങ്കിൽ കൂടി ഇയാൾ ചെയ്ത കാര്യങ്ങൾ അതീവ ക്രൂരം തന്നെയാണ്. കാരണം ആ യുവാവിനെ ഇയാൾ തല്ലിച്ചതയ്ക്കാണ്, ഇരുമ്പ് വടി കൊണ്ട് തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിന് കാരണമാകുന്നത് ഇയാളുടെ പെൺ സുഹൃത്തിനോട് സംസാരിച്ചു എന്നതാണ് ഈ ശ്രീരാജ് എന്ന് പറയുന്ന ആളെ ഇത്ര കണ്ട് ദേഷ്യം പിടിപ്പിക്കാൻ കാരണമെന്നാണ് പറയുന്നത്. അത് പെൺകുട്ടിക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അതിനുവേണ്ടിയാണ് ഇയാളെ ഈ രീതിയിൽ തല്ലിച്ചതച്ചത്. ഇനി ഇതുമായി മുന്നോട്ട് പോയാൽ, ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ തന്നിൽ നിന്ന് ഇനിയും ക്രൂരമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും, അത് രണ്ടുപേർക്കും ദൂഷ്യമാകും എന്നതെല്ലാം പറഞ്ഞ് അവരെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഈ ദൃശ്യങ്ങൾ തന്റെ സുഹൃത്തിനെ കൊണ്ട് ഈ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ചിത്രീകരിക്കുന്നു. അതിനുശേഷം അത് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിചിത്രമായ രീതിയിൽ ആനന്ദം കണ്ടെത്തുകയും എല്ലാം തന്നെയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് ദൃശ്യങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽ പതിയുകയും ഒപ്പം തന്നെ ഈ പെൺകുട്ടി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ സുഹൃത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയും അടക്കം അവരെയും ഭീഷണിപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. വീട്ടിലെത്തി അവരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി അടക്കം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇയാൾ പിന്നീട് പോലീസിന്റെ പിടിയിലാവുന്നത്. ഇപ്പോൾ ഇയാളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് അടക്കം പരിശോധിച്ച് അതിൽ നിന്ന് ദൃശ്യങ്ങൾ വീണ്ടെടുക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വളരെ ക്രൂരമായി തന്നെ ഇയാൾക്കെതിരെ ഈ യുവാവിനെതിരെ അതിക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ കത്തി കൊണ്ട് അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, കുത്തുമെന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. ഒപ്പം ഓടിയാൽ കാല് തല്ലി ഓടിക്കുമെന്ന് പറയുന്നു. അങ്ങനെ വലിയ രീതിയിൽ തന്നെ അതിക്രമമാണ് ഇയാൾക്ക് നടത്തുന്നത്. നിലത്ത് ചവിട്ടി പിടിച്ചുകൊണ്ട്, കാലുകൊണ്ട് ചവിട്ടി പിടിച്ചുകൊണ്ട് തല്ലി ഇരുമ്പ് വടി കൊണ്ട് മർദ്ദിക്കുന്നുണ്ട്. ഒടുവിൽ അയാൾ മറ്റു വഴികളില്ലാതെ, ഗത്യന്തരമില്ലാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഈ രീതിയിൽ വലിയ മർദ്ദനമാണ് ഇയാൾ അഴിച്ചുവിടുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും സ്വാഭാവികമായും പോലീസ് പറയുന്ന ഇയാൾ നേരത്തെയും ലഹരി കേസുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഇയാൾ പ്രതിയായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ സമയത്തും ഇയാൾ ലഹരിക്ക് അടിപ്പെട്ടതാകാം എന്നതെല്ലാം പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇത് വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ പോലീസ് ഇയാളിപ്പോൾ കസ്റ്റഡി എടുത്തുകൊണ്ട് മാത്രമല്ല ഈ രീതിയിൽ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. തുടർ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഈ കാപ്പ ചുമത്തിയ ശേഷം പിന്നീട് ഈ പുറത്തിറങ്ങുന്ന പ്രതികളെല്ലാം തന്നെ കൃത്യമായ നിരീക്ഷണവും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഇതിൽ ഇയാൾ അറസ്റ്റിലാണ്, പോലീസ് പിടിയിലാണ് എന്ന കാര്യത്തിൽ ആശ്വസിക്കാം. തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് പോകുന്നുമുണ്ട്.
തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി മുളവുകാടാണ് പെൺ സുഹൃത്തിനോട് സംസാരിച്ചതിന്റെ പേരിൽ ഇത്തരത്തിൽ ഒരു യുവാവിനെ കാപ്പ കേസ് പ്രതിയായ ശ്രീരാജ് സിനിമാ സ്റ്റൈലിൽ ആക്രമിക്കുന്നത്. ഒരു സിനിമയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് താൻ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് എന്നുകൂടി പോലീസിനോട് പറയുകയാണ് ഈ കാപ്പ കേസ് പ്രതി.